അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പം ഇഷ്ടം പോലെ നല്ല കലാത്തിയ എല്ലാ ചെടികളും ഇഷ്ടംപോലെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കണ്ടാലോ? ചെടികളൊക്കെ ഒന്ന് കാണാം. കലേഡിയം സുന്ദരി കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടല്ലേ. ഇതാ നല്ല ഇത് 3-4 ഷൂട്ടുണ്ട് കേട്ടോ അതിനകത്ത്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കേട്ടോ. ഇതടുത്തത് നമ്മളെ സുന്ദരി കലാത്തിയ കണ്ടില്ലേ. ഇത് ഒരുമാതിരി നല്ല വലിപ്പമുള്ളതാണ്. ഇത് 2-3 ഷൂട്ടുണ്ട് കണ്ടില്ലേ. നല്ല എന്താ പറയുക, ഗ്രീനിൽ നല്ല ഇത് കളറുകളൊക്കെ ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ സുന്ദരി ഇതാ ഗ്രീൻ കലാത്തിയ കണ്ടില്ലേ. ഇതിൻ്റെ ബേക്ക് വശമൊക്കെ കണ്ടില്ല, നല്ല മെറൂൺ കളറായിട്ട് നല്ല ഇതും 2-3 ഷൂട്ടുള്ളതാണ് കണ്ടില്ലേ. നല്ല ലോങ് ആയിട്ടുള്ള ലീഫാണ് ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ ഇത് നമ്മളെ കലാത്തിയ ഇതാ. ഇത് ഇങ്ങനെ എനിക്ക് കാണിക്കാൻ വയ്യ കേട്ടോ, ഇങ്ങനെ ചട്ടിക്ക് ഭയങ്കര കനാണേ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സുന്ദരിയായിട്ട് നല്ല എന്താ പറയുക, വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനുള്ളതാണ്. അപ്പം അടുത്തത് നല്ല ഭംഗിയാന്ന് നോക്കിയാൽ കാണുന്നത് മിനിയേച്ചർ കലാത്തിയാണ് കേട്ടോ. ഇതും ഇതാ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് തൈ വന്നിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗിയല്ലേ കണ്ടില്ലേ. നല്ല അത്യാവശ്യം നല്ല ഷൂട്ടുണ്ട് കേട്ടോ അതിനകത്ത്. ഇതാ വൈറ്റും ഗ്രീനും കൂടി ലീഫിലുള്ള കലേഡിയം. ഇതാ പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. നല്ല സുന്ദരിയായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതും സെയിലിനുള്ളതാണ്. അപ്പോൾ ഇത് അടുത്തത് ഇതും കലാത്തിയ തന്നെയാണ് കേട്ടോ. ഇത് നല്ല വെയിറ്റാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിടിച്ച് കാണിക്കാനേ പറ്റുന്നുള്ളൂ. കുറച്ച് ഇതാ കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും സെയിലിനുള്ളതാണ്. അടുത്തത് ഇങ്ങനെ നല്ലൊരു അലോക്കേഷ്യ കേട്ടോ, കണ്ടില്ലേ. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ സെയിലിനുള്ളതാണ് കേട്ടോ. ഇത് ഗ്രീൻ കലാത്തിയ കണ്ടില്ലേ. നമ്മളെ നല്ല അടിപൊളിയായിട്ട് ലീഫൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഇതാ ഉണ്ടായി വരുന്ന ലീഫ് ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. അത് കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ഗ്രീനിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതും സെയിലിനുള്ളതാണ്. അപ്പോൾ അടുത്തത് നോക്കിയേ, നല്ല വെൽവെറ്റ് കലാത്തിയ കണ്ടില്ലേ. എൻ്റെ ലീഫൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി കണ്ടോ. ഇതിൻ്റെ ബേക്ക് വശം ഇതേപോലെ മെറൂൺ കളറാണ്, നല്ല ബുഷായിട്ടുള്ളതാണ്. ഒരു 3-4 തൈ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ ബുഷായിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. അല്ലാതെ സെപ്പറേറ്റ് ഒരു ഷൂട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ നമ്മൾ കലാത്തിയ കണ്ടില്ലേ. ഇതിങ്ങനെ നല്ല ബുഷായിട്ട് വന്നാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ വീട്ടിൽ മുൻവശത്തേക്ക് ഇത് പിന്നെ എന്താ പറയുക, ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ്. ഇതും അതുപോലെ എനിക്ക് ചട്ടി താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കൈ കൊണ്ടെടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ ഇതും നമ്മൾ സെയിലിനുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇതും നമ്മളെ കലാത്തിയൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതാ നല്ല വലിയ ലീഫായിട്ട് എന്തൊരു ഭംഗിയാന്ന് നോക്കി കണ്ടോ. ഗ്രീനിൽ നല്ല വൈറ്റ് അല്ല, ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് യെല്ലോ കളർ കയറിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണ് കേട്ടോ. അടുത്തത് നമുക്ക് അലോക്കേഷ്യ. ഓക്കെ, ഇതൊരു വെറൈറ്റി അലോക്കേഷ്യയാണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴും എവിടെയും പോയാൽ ഇന്ന് കിട്ടുന്ന സംഭവമല്ല കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി എൻ്റെ ഇല കണ്ടോ. ഇത് നിറച്ച് ബുഷായിട്ട് വന്നാൽ നല്ല ഭംഗിയാട്ടോ അങ്ങനെ നിൽക്കുന്ന കാണാൻ. അപ്പോൾ ഇത് നമുക്ക് സെയിലിനുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ കുഞ്ഞി സുന്ദരികൾ. ഇതും അതുപോലെ ഇത്തിരി വലുതായിട്ടുണ്ട്, നല്ല ഭംഗിയാട്ടോ ബുഷായിട്ട് നിൽക്കുന്ന കാണാൻ, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണ്. അപ്പോൾ ഇതും അടുത്തൊരു കലാത്തിയ. ഇതൊക്കെ ഈ പേരുകളൊക്കെ വേറെ പേര് കലാത്തിയാണെന്നറിയാം. അതിൻ്റെ വെറൈറ്റി വേറെ പേരുകൾ നമുക്ക് അങ്ങനെ പഠിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ്. കലാത്തി ഇനത്തിൽ പെട്ട സംഭവമാണിത്. അപ്പോൾ ഇതാ ബുഷായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ്, ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ സെയിലിനുള്ളതാണ്. അടുത്ത കലാത്തിയ സുന്ദരികൾ കണ്ടില്ലേ. ഇതും വലിയ ചട്ടി ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതാ കണ്ടതിൻ്റെ ബാക്ക് വശം കണ്ടോ, നല്ല കാപ്പിപ്പൊടി കളറാണ് കേട്ടോ, മെറൂണല്ല, ഇങ്ങനെയുള്ള കളറാണ്. ഇതും ഇതേപോലെ ബുഷായിട്ട് വളരുന്ന ചെടിയാട്ടത്. ഇത് നന്നായിട്ട് ഒരു 5-8 റൂട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണേ. ഇത് നോക്കിയേ നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ടോ, കണ്ടില്ലേ. ഇലയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇല ഉണ്ടാവുക. പിന്നെ നമ്മളിത് കുറച്ച് വെയിലൊക്കെ തട്ടുമ്പം ഈ ഇല കുറച്ചുകൂടി ഒരു മഞ്ഞ കളർ വരും. ഇതാ നമ്മൾ ആദ്യം വെയിലൊന്നും തട്ടാത്തടത്തിലുള്ളത് ഇതാ ഇങ്ങനെ വരും കേട്ടോ. ഇത് കണ്ടില്ലേ ബുഷായിട്ട് വരുന്നുണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ, നല്ല യെല്ലോ കളർ കയറുമ്പം. അപ്പോൾ ഇത് നോക്കാം നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ. ഇത് നമ്മളെ അലോക്കേഷ്യ
നമുക്കിത് എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, കുഞ്ഞനാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇത് നന്നായിട്ട് ഇലയൊക്കെ നന്നായിട്ട് നീളുന്ന ഇതാണേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണ്. അപ്പോൾ ഇതാ നമ്മളെ കലേഡിയം കണ്ടില്ലേ, അതിൻ്റെ ഇലയൊക്കെ ലീഫൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, കണ്ടോ, ഇതാ കണ്ടില്ലേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഷൂട്ടൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, ഒരു 5-6 ഷൂട്ടൊക്കെ ഇങ്ങനെ അടിയിൽ വരുന്നുണ്ട്, കണ്ടോ. ഇതാണ് ഇപ്പോൾ അടുത്ത കലാത്തിയെ നോക്കിയേ, കണ്ടോ. ഇത് ഗ്രീനാണേ, ബേക്കുവശം മെറൂൺ കയറി വരുന്നതേ ഉള്ളൂ. അതാ നന്നായിട്ട് ഷൂട്ട് ഉണ്ടാവുന്നതാണ്, വേഗം ഷൂട്ട് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഇത്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കണമെങ്കിൽ നന്നായിട്ട് നല്ല ഭംഗിയാണ് വെക്കാൻ കേട്ടോ. അടുത്ത കലേഡിയം, നമ്മളിത് നോക്കി, നമ്മളെ പട്ടാളക്കാരുടെ ഡ്രസ്സ് പോലെ ഇല്ലത്, അതുകൊണ്ട് ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുന്ദരനാണിത്, കണ്ടോ. ഇതാ അടുത്തത് കണ്ടില്ലേ നിങ്ങൾ, കണ്ടോ. ഇതിൻ്റെ ഇത് വെയിറ്റ് കാരണം നമ്മളിവിടെ ഇങ്ങനെ കമ്പ കുത്തി താങ്ങി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഇത് ലീഫൊക്കെ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി അല്ലേ. ഇതാ കണ്ടോ, ഈ ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അപ്പോൾ ഇത് നമുക്ക് സെയിലിനുള്ളതാണ്. ഇതാ അടുത്ത സുന്ദരിനെ കണ്ടോ, കുഞ്ഞ സുന്ദരി. പക്ഷേ ഇത് നല്ല ബുഷായിട്ട് വളരുന്നതാട്ടോ, കണ്ടില്ലേ, കുഞ്ഞ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. അപ്പോൾ ഇതാ നോക്കി നമ്മളെ ചെടികൾ കണ്ടോ, ഇതൊക്കെ നമ്മൾക്കുള്ള കൊടുക്കാനുള്ള ചെടികളാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ എന്ത് സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത് നോക്കി, കണ്ടോ. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതാ സുന്ദരി മണികൾ. ഇതാ കണ്ടോ അടുത്ത അഗ്ലോണിമ കണ്ടോ, ഇതാ കണ്ടോ സുന്ദരികൾ കായി നിൽക്കുന്നത് കണ്ടോ, ഒരു ഭംഗിയാന്ന് നോക്കി, ഉണ്ടോ. അടുത്ത നമ്മളെ അഗ്ലോണിമ സുന്ദരി ഉണ്ടോ, ഇത് സെയിലിനുള്ളതാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നോക്കിയാൽ നമ്മളെ റോസ് കമ്പ് ഞാൻ വെട്ടി വെച്ചതായിരുന്നു കണ്ടോ, മുളച്ച് വന്നേക്കുന്നുണ്ടോ, എന്തൊരു ഹെൽത്തിയിലാന്ന് നോക്കി, ഉണ്ടോ. ഇതടുത്തത് ഇതൊക്കെ നമുക്ക് വീണ്ടും നിങ്ങളെ കാണിക്കുകയാണ്. ഇതൊക്കെ ഒരു സെറ്റ് പോയതാണ് കേട്ടോ. അടുത്തതാ നമ്മളെ പിങ്ക് ലക്കസി, ഒരു 3-4 എണ്ണം കൂടി ഉണ്ട്. നമ്മുടെ സൂപ്പർ വൈറ്റ് സുന്ദരി, ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനാണ് കേട്ടോ. അടുത്ത സുന്ദരികൾ കണ്ടോ, ഇതൊക്കെ ഷൂട്ട് വന്ന് നിൽക്കുന്നുണ്ടോ, അതും 2 ഷൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ സെയിലിനാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ കണ്ട വീഡിയോസിൻ്റെ പ്ലാന്റിൻ്റെ ഒക്കെ ചെറിയ തൈകൾ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ചോദിച്ചാലും നമുക്ക് തരാനുണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട ഇതാ കണ്ടോ, വൈറ്റ് കലാത്തിയൻ്റെ ഒക്കെ ഒരു കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ച ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുക, ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.